നമസ്കാരം, ഞാൻ ഉമാ കല്യാണി, രജിസ്റ്റേർഡ് ഡയറ്റീഷ്യനാണ്. കർക്കിടക മാസം ഒരു പുണ്യമാസമാണ്. പക്ഷെ ആരോഗ്യകാര്യം നോക്കിയാൽ പലർക്കും അസുഖങ്ങളും ദഹന പ്രശ്നങ്ങളും വരുന്ന ഒരു സമയമാണ്. ഈ സമയം നമ്മൾ ആഹാരത്തിലും നാം കുടിക്കുന്ന വെള്ളത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളം കുടിക്കുന്നത് തീർച്ചയായും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. കുടിക്കുന്ന വെള്ളം തണുത്ത പാനീയങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഹെർബ്സ് ആഡ് ചെയ്തിട്ടുള്ള തുളസിയില, കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചി, പുതിന ഇല, ഇതുപോലത്തെ ഇലകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം സിപ്പ് ചെയ്ത് ത്രൂ ഔട്ട് ദ ഡേ കുടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചെറു ചൂടുവെള്ളം ഇതുപോലെ ഹെർബ്സ് ഇട്ട് കുടിക്കുന്നത് നമ്മുടെ ദഹനം ഇംപ്രൂവ് ചെയ്യാനും രോഗപ്രതിരോധ ശക്തിക്കും ഒക്കെ നല്ലതാണ്. ഇനി കഴിക്കുന്ന ആഹാരം പ്രധാനമായിട്ടും നമ്മൾ ചൂടോടുകൂടെ കഴിക്കാൻ നോക്കുക. പാകം ചെയ്ത് ഒരു 2-3 മണിക്കൂറിന് ഉള്ളിൽ കഴിക്കാനായിട്ട് നോക്കുക. കാരണം കൂടുതൽ ജലാംശം ശരീരത്തിൽ നഷ്ടപ്പെടാനും പലതരം ജീവിതശൈലി രോഗങ്ങളുടെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത ഉള്ള സമയമാണ് കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ ആഹാരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സലാഡ് പോലെയുള്ള നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന പച്ചക്കറികൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. അതുപോലെ ജ്യൂസുകൾ ഒഴിവാക്കിയിട്ട് അതിന് പകരമായി പച്ചക്കറി സൂപ്പുകൾ കഴിക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് ബോയിൽഡ് വെജിറ്റബിൾസ് പോലെയുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ ഒരുപാട് കോഫി, ടീ അല്ലെങ്കിൽ കോള പോലത്തെ പാനീയങ്ങൾ ഒഴിവാക്കി അതിന് പകരം ഹെർബൽ ടീസ് കഴിക്കുന്നത് നല്ലതായിരിക്കും. പാലുൽപ്പന്നങ്ങൾ മിതമായി ഉപയോഗിക്കാം. തൈരിന് പകരം കാച്ചിയ മോര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയ ആഹാരം കഴിക്കാനായിട്ട് നോക്കുക. പ്രോട്ടീൻ പ്രധാനമായിട്ട് നോൺവെജില് മുട്ടയും മീനും കഴിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ഒരുപാട് ഇറച്ചിയോ അതുപോലത്തെ മാംസാഹാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് ദഹന പ്രശ്നങ്ങൾക്കും ദഹനം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതേസമയം പരിപ്പും കടലയും പയറും ഒക്കെ മുളപ്പിച്ചും അതുപോലെ വേവിച്ചും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ കൂടുതലായിട്ട് ലഭിക്കുന്നത് നമുക്ക് രോഗപ്രതിരോധ ശക്തി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ധാന്യങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചമ്പാവരി ചോറ്, പിന്നെ രാത്രിയാണെങ്കിൽ നമ്മൾ കർക്കിടക കഞ്ഞി കഴിക്കാറുണ്ട്, അതൊക്കെ നല്ലതാണ്. ഗോതമ്പും അതുപോലെ ബാർലി പോലത്തെ ധാന്യങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതേസമയം ജീവിതശൈലി രോഗപ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ പ്രമേഹമുള്ളവർ കൂടുതലായിട്ട് അരി ആഹാരവും ഗോതമ്പും കഴിക്കുന്നത് നല്ലതല്ല. അത് നമുക്ക് പ്രമേഹം കൂടാനും വഷളാകാനും കാരണമാകും. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കർക്കിടക മാസം ആരോഗ്യത്തോടെയും സന്തോഷമായിരിക്കാൻ സഹായിക്കും. നമസ്കാരം.